ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ദിസ് ഈസ് മൈ 4th വീഡിയോ ഇൻ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം. എൻ്റെ 3rd വീഡിയോയ്ക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ കുറച്ചധികം മെസ്സേജുകളും സംശയങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി ഫ്രം BMS ഡോക്ടേഴ്സ്. അതുകൊണ്ടാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ 2016 എൻ്റെ ആയുർവേദ ജേർണി ആരംഭിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഹൗസ് ഏജൻസിക്ക് ജോയിൻ ചെയ്ത ടൈമിൽ എല്ലാവരെയും പോലെ PGക്ക് പ്രിപ്പയർ ചെയ്തു. കൂടെ ഒരു ഡയറ്റീഷ്യൻ കോഴ്സിനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 year കോഴ്സായിരുന്നു അത്. സോ ഞാൻ PGക്ക് എക്സാം അറ്റൻഡ് ചെയ്തു. സോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. നോർമലി ഞാൻ ഒരു ജോബിന് കയറിയായിരുന്നു. അവിടെ വെച്ചായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. ബിക്കോസ് അതുവരെ എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് അബ്രോഡ് പോകണമെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് PG എടുക്കണം, നല്ലൊരു ഗൈനക്കോളജി ഡോക്ടർ ആവണം, PhD അറ്റൻഡ് ചെയ്യണം, പിന്നെ നിയർ ടു മൈ ഹോം ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേ ഞാൻ 1 year ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ടു ദുബായ്. സോ അവരെനിക്കൊരു വിസിറ്റിംഗ് വിസ ആയിരുന്നു പറഞ്ഞത്. വിസിറ്റിംഗ് വിസയിൽ പോവാം, സോ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോബിന് നോക്കാം. ഞാൻ വിചാരിച്ചു ദാറ്റ്സ് ഗുഡ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ബിക്കോസ് ആ സമയത്ത് എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആക്ച്വലി വളരെ ഹൈ ആയിരുന്നു. സോ ഞാൻ എൻ്റെ ഫാമിലിയിൽ കുറച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു റിസ്ക് എടുത്താൽ മാത്രമേ ചില സമയങ്ങളിൽ നമുക്ക് മുന്നിലുള്ള ഡോറുകൾ നമുക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. സോ ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഏജൻസികളിൽ കുറേ അധികം കോൺടാക്റ്റ് ചെയ്തു. ബിക്കോസ് ഐ നോ ദുബായിൽ നമുക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ DHA, MOH, HAAD തുടങ്ങിയ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ഓരോ സ്ഥലങ്ങളിലും സ്പെഷ്യലായിട്ടുള്ള എക്സാംസ് ഉണ്ട്. സോ അതിലിപ്പോൾ ദുബായിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ MOH അല്ലെങ്കിൽ DHA ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് എനിക്കറിയായിരുന്നു. സോ ഞാൻ ഏജൻസികളെ വിളിച്ചപ്പോൾ സത്യത്തിൽ ഐ വാസ് ടു കൺഫ്യൂസ്ഡ്. ബിക്കോസ് ആരും എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തന്നില്ലായിരുന്നു. കുറച്ച് പേർ പറഞ്ഞു 2 year കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. കുറച്ച് പേർ പറഞ്ഞു ബിഫോർ 2 year എനിക്ക് എക്സാം എഴുതാം. കുറച്ച് പേർ പറഞ്ഞു എക്സാം ഇപ്പോൾ അറ്റൻഡ് ചെയ്യാം, 2 yearന് ശേഷമേ ഡേറ്റ ഫ്ലോ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് എല്ലാം ക്ലിയറാക്കി തരാം, പക്ഷേ വലിയൊരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസറുകളായിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഞാൻ വിചാരിച്ചു അവിടെ പോയതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാമെന്ന്. റിസ്ക് ആണെന്ന് എനിക്ക് അറിയായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എവിടെ നിന്നോ ഒരു ധൈര്യം കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. ഞാൻ ദുബായിൽ പോയി. ആദ്യത്തെ 1 week ഐ വാസ് ബ്ലാങ്ക്. ഒരു പെൺകുട്ടി എന്ന് ഞാൻ പറയുന്നില്ല, ആൺകുട്ടിയാണെങ്കിലും ആഫ്റ്റർ ഗ്രാജുവേഷൻ ഒരു ജോബിന് വേണ്ടി പോകുമ്പോൾ നമുക്കാരും അവിടെ ഇല്ലെങ്കിൽ, ഓക്കെ, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും അടുപ്പമുള്ള ബന്ധുക്കളോ നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ബ്ലാങ്ക് ആയിരിക്കും. ആ ഒരാഴ്ച ഞാൻ സത്യത്തിൽ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് അക്കോമഡേഷൻ അവർ ശരിയാക്കി തന്നിരുന്നു. പക്ഷേ ഞാൻ അക്കോമഡേഷനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻസ് എൻ്റെ ജോബായിരുന്നല്ലോ. സോ എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ സമീപിക്കണം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഗ്രാജുവലി അവിടുത്തെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ കുറേ കോണ്ടാക്റ്റ് കിട്ടിയായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് മനസ്സിലായൊരു സത്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, ആരും ചെയ്യത്തില്ല. പലരും ചെയ്തു തരാം, റെസ്യൂം അയച്ചോളൂ, എൻ്റെ ഫ്രണ്ട് ഡോക്ടറാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥാപനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയത്തില്ലേ, അണ്ടിയോട് അടുക്കുമ്പോഴേ അതിൻ്റെ പുളിപ്പറിയത്തുള്ളൂ. സെയിം തിങ്, നമ്മൾ അതിനോട് അടുത്തെത്തുമ്പോഴാണ് അവർ കൈമലർത്തി കാണിക്കുന്നത്. ഒരുപാട് വിഷമിച്ചു, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു, ടെൻഷൻ അടിച്ചു. പക്ഷേ അപ്പോഴും വീണു പോകരുത് അല്ലെങ്കിൽ തോറ്റു പിന്മാറണ്ട എന്നൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന്, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടം വരെ എത്തിയതിൻ്റെ ക്യാഷെങ്കിലും എനിക്ക് തിരിച്ച് പിടിച്ചിട്ട് പോകണം, അതെങ്കിലും എനിക്ക് വേണം എന്നൊരു മൈൻഡിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തു. സോ ഞാൻ എൻ്റെ റെസ്യൂംസ് ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആയുർവേദ ഹോസ്പിറ്റൽസ് കണ്ടുപിടിച്ച് അവരിലോട്ട് ഡയറക്റ്റ് അയച്ചു. കുറേ പേരെ ഞാൻ വിളിച്ചു.
എല്ലാം മലയാളി ഡോക്ടേഴ്സാണ്, കൂടുതലും ആയുർവേദ ക്ലിനിക്സ് ദുബായിലുള്ള എല്ലാം മലയാളീസാണ്. സോ ഞാൻ ധൈര്യമായിട്ട് മലയാളത്തിൽ വിളിച്ചു. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ടൈമിൽ ഇംഗ്ലീഷിലും സംസാരിച്ചു. സോ കുറച്ച് പേരൊക്കെ പറഞ്ഞു DHA ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് പേരല്ല, കുറച്ചധികം പേരും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. സോ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു ഓക്കെ DHA അറ്റൻഡ് ചെയ്യാം, DHAക്ക് വേണ്ടി ശ്രമിക്കാം എന്തായാലും. അപ്പോൾ ഞാൻ അവിടുത്തെ തന്നെ ഒരു ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്താണ് DHA, എങ്ങനെയാണ് അവിടുത്തെ പ്രോഗ്രസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു. ഒരു ഏജൻസി വളരെ കൃത്യമായി എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നിട്ട് അവർ പ്രസൻറ്റ് ചെയ്ത് തന്നു. ആക്ച്വലി ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. ബിക്കോസ് ഒരുപാട് ഏജൻസികൾ എന്നെ ഒത്തിരി കൺഫ്യൂസിങ് ആക്കിയപ്പോൾ അവരെനിക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായിരുന്നു മെയിൻ പോയിന്റ്. അവരെന്നെ എത്രത്തോളം സഹായിച്ചുമില്ല എന്നുള്ള, ബട്ട് ക്ലിയർ ആയിട്ടുള്ള തിങ്സ് അവരെനിക്ക് പറഞ്ഞു തന്നു. സോ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 2 ഇയർ കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DHA അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഒരു DHA എക്സാം അറ്റൈൻ ചെയ്യണമെങ്കിൽ 2 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് വേണം. പക്ഷേ അവിടെ വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. DHA എക്സാമിന് 2 സ്റ്റെപ്സ് ഉണ്ട്, ഡേറ്റ ഫ്ലോ ആൻഡ് എക്സാം. സോ നമുക്ക് എക്സാം വേണമെങ്കിൽ ബിഫോർ 2 ഇയർ നമുക്ക് അറ്റൈൻ ചെയ്യാം, ദാറ്റ്സ് നോ പ്രോബ്ലം. ഡേറ്റ ഫ്ലോ ആഫ്റ്റർ 2 ഇയർ മാത്രമേ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ വിചാരിച്ചു എക്സാം ഫസ്റ്റ് അറ്റൈൻ ചെയ്യാം. ബിക്കോസ് എക്സാമിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒത്തിരി ടഫായിട്ടാണ് എല്ലാവരും പറഞ്ഞത്, ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എക്സാം ട്രൈ ചെയ്യാം, അപ്പോൾ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല, ഞാൻ രണ്ടും ചിന്തിച്ചിരുന്നു. വൺസ് കിട്ടുവാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് 6 മന്തിനുള്ളിൽ ഡേറ്റ ഫ്ലോ അറ്റൈൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എനിക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഒന്നിച്ച് സ്റ്റഡീസൊക്കെ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു ആയുർവേദ സെൻറ്ററിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ഡയറ്റീഷ്യൻ കൂടെ ആയതുകൊണ്ട് വെൽനസ് കൗൺസിലർ എന്നുള്ളൊരു പോസ്റ്റിൽ അവരെനിക്ക് ജോബ് തന്നു. അക്കോമഡേഷൻ കൂടെ അവരെനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നതുകൊണ്ട് ഞാൻ ആ ജോബിന് കയറി. ആക്ച്വലി ആയുർവേദ ഡോക്ടേഴ്സിന് അവിടെ കിട്ടുന്ന സാലറി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു തെറാപ്പിസ്റ്റിന് കിട്ടുന്ന സാലറിയേക്കാളും ഇച്ചിരി കൂടെ മുകളിലുള്ളൊരു സാലറി എനിക്ക് അവർ തന്നു. പിന്നെ അക്കോമഡേഷൻ ഫ്രീ ആയതുകൊണ്ട് ഐ വാസ് ഹാപ്പി. സോ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവരെനിക്ക് വിസ തരില്ല എന്ന് പറഞ്ഞിരുന്നു, വിസിറ്റിംഗ് വിസ റിന്യൂ തന്നിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്തു. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. സൈഡായിട്ട് ഞാൻ എൻ്റെ DHA സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നു. സോ ഒരു 9 മന്ത്സ് വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തു. സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാഗായിരുന്നു സാലറി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നത് കൊണ്ട് അവർ ഇച്ചിരി യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണം പറയാൻ. പക്ഷേ മാക്സിമം ബുദ്ധിമുട്ടിയൊക്കെ ഞാൻ സാലറി സെറ്റാക്കി എടുത്തു എന്ന് പറയാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ DHA എക്സാമിന് വേണ്ടി ശ്രമിച്ചു, പഠിച്ചു. പക്ഷേ എനിക്ക് എക്സാം ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു, എനിക്കത് കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ ടെൻഷനായി. ബിക്കോസ് എനിക്ക് അന്ന് മനസ്സിലായത് ഒരു 10 പേർ ഒരു ദിവസം എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 പേരുടെയും സിലബസും ക്വസ്റ്റ്യനും എൻ്റയർലി ഡിഫറെൻറ്റാണ്. ആരെയും കമ്പയർ ചെയ്തിട്ട് ഓക്കെ നെക്സ്റ്റ് ടൈം ഇതാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് DHA എക്സാമിൻ്റേത്. ഞാൻ DHA എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആരെയും ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുവാണ്. നമുക്ക് ഒരു സിലബസ് എന്നുള്ള രീതിയിൽ DHAക്ക് ഇല്ല, അതാ അവസ്ഥ. നമ്മുടെ സാഗരം പോലെ കിടക്കുന്ന ആയുർവേദത്തിനെ നമുക്ക് കോരിയെടുത്താൽ എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. സെയിം തിങ് ആണ് ആയുർവേദം മാത്രമല്ല DHAയിൽ ഉണ്ടാവുക, മോഡേണും ഉണ്ട്. മോഡേൺ സിലബസിലും കുറച്ചധികം പോർഷൻസ് അവർ ആക്ച്വലി സിലബസ് എന്ന് പറഞ്ഞ് കുറച്ച് പോർഷൻസ് തരുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ചോദിക്കുന്നു. കുറച്ചധികം വാസ്റ്റായിട്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതും. മാത്രമല്ല നമുക്കൊരു കമ്പയർ ചെയ്ത് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിനേക്കാളും MOH കുറച്ചുകൂടി ഈസിയാണ് എന്ന് ഞാൻ കേൾക്കുന്നു. ഐ ഡോണ്ട് നോ, ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബിക്കോസ് MOHൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ചാൻസ് കൂടുതലാണ്. പക്ഷേ വൈവ എന്ന് പറയുന്നൊരു സാധനം അതിനകത്തുള്ളത് കൊണ്ടായിരുന്നു ഞാൻ MOH സെലക്ട് ചെയ്യാതിരുന്നത്. കോളേജിൽ പഠിക്കുമ്പോഴേ എനിക്ക് വൈവ ഇച്ചിരി പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷേ എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു ഫേസ് ചെയ്ത് സംസാരിക്കാൻ. എത്ര നന്നായിട്ട് പഠിച്ച സാധനമാണെങ്കിലും ഈവൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടത്തില്ല.
അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ലല്ലോ. സോ എനിക്ക് വൈവ ബുദ്ധിമുട്ടായതുകൊണ്ടായിരുന്നു ഞാൻ MOH വേണ്ട എന്ന് വെച്ചിട്ട് DH സെലക്ട് ചെയ്തത്. DHൽ വൈവയില്ല, നമുക്ക് എക്സാം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, ഞാൻ ടെൻഷനായി. ദെൻ ആ ടൈമിൽ എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യാം, ആ സമയത്ത് കിട്ടുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീണ്ടും ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഹോസ്പിറ്റലിലോട്ട് നോക്കാം. ബിക്കോസ് എനിക്ക് ഇത്രയും നാളുകൾ കൊണ്ട് എന്താ ദുബായ് എന്നും എങ്ങനെയാ ദുബായിൽ ജീവിക്കാൻ പറ്റുകയെന്നും ഒറ്റയ്ക്ക് ജീവിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിൽ അതിനു മുന്നേ ഞാൻ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരുപാട് മാറിയ ഒരു ക്യാരക്ടർ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റി. ഞാനായെന്ന് പറയത്തില്ലേ, അത്രയും സ്ട്രോങ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ ആ ദുബായിൽ താമസിക്കുന്ന ടൈമിൽ വന്നായിരുന്നു. ബിക്കോസ് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയായിരുന്നു. ദുബായ് ഫുള്ള് ഞാൻ കറങ്ങി, UAE ഫുള്ള് ഞാൻ കറങ്ങി എന്ന് പറയും ഒറ്റയ്ക്ക്. സോ എൻ്റെ പേടി, ഒരു പെൺകുട്ടിയാണെന്നുള്ള ആ ഒരു ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, ഒരുപക്ഷെ അത് ദുബായ് ആയതുകൊണ്ടായിരിക്കാം, അറിയാമല്ലോ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ നിയമങ്ങളെല്ലാം, ആ ഒരു ധൈര്യമായിരിക്കാം, എന്തുകൊണ്ടോ ഞാൻ കംപ്ലീറ്റ്ലി സേഫാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ആ കൺട്രിയിൽ നിന്ന് കിട്ടിയായിരുന്നു. സോ എനിക്കൊരു ധൈര്യമുണ്ട്, നെക്സ്റ്റ് ആണെങ്കിലും ഞാനിപ്പോൾ നാട്ടിൽ പോയാലും തിരിച്ചെനിക്ക് വരാൻ പറ്റും, വന്നാൽ ഒറ്റയ്ക്ക് എനിക്ക് ജോബ് കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി. സോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണ്, എക്സാം ക്ലിയർ ചെയ്തിട്ട് വരാം, അപ്പോൾ നിങ്ങൾ എനിക്ക് ജോബ് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ, അവർ റെഡിയാണെന്ന് പറഞ്ഞു. സോ ഞാൻ നെക്സ്റ്റ് തിരിച്ച് നാട്ടിലോട്ട് വന്നു. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്തു. എക്സാമിന് വേണ്ടി പേയ്മെൻറ്റ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ കുറച്ചധികം ടൈം എനിക്ക് എടുത്തു. ബിക്കോസ് ടാബ്ലറ്റിൽ തീരുമെന്ന് വിചാരിച്ച കാര്യം സർജറിയിലോട്ട് പോയി. സോ അപ്പോൾ കുറച്ച് മന്ത്സ് എടുത്തു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, തൽക്കാലത്തേക്ക് ആ സമയം എന്തായാലും എക്സാം ക്ലിയർ ചെയ്യണം, അതിന് കുറേ സമയം എടുക്കും, എന്തായാലും പ്രിപ്പയർ ചെയ്യണം. സോ ആ സമയത്തേക്ക് നാട്ടിൽ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. നാട്ടിലൊരു സ്ഥാപനത്തിൽ ഞാൻ ജോബിന് കയറി. അവിടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. സോ ആ ട്വിസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ. ബൈ.